നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആലപ്പുഴ മാന്നാറിൽ നടന്നൊരു ക്രൈമിനെ കുറിച്ചാണ്. ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്ത് വരികയാണ്. ഒരാള് തന്റെ ഭാര്യനെ കൊന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെ വീടിന് പുറകിലുള്ള സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തി എന്നുള്ളൊരു. അപ്പോ അതെന്താണ് സംഭവം എന്ന് പോലീസുകാർ അന്വേഷിക്കുകയാണ്. ആ ഊമക്കത്തിൽ പറയുന്ന ഒരു വ്യക്തിയുടെ പേര് അവർക്ക് കണ്ടപ്പോൾ ആളിനെ മനസ്സിലായി. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്റെ ഭാര്യനെയും കുഞ്ഞിനെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത പ്രമോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരായിരുന്നു അതിലുണ്ടായിരുന്നത്. പ്രമോദിനെ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുന്ന സമയത്ത് പ്രമോദ് വല്ലാതെ ഭയന്നു. പ്രമോദിന് ഉത്തരം പറയാനോ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാനോ പ്രമോദിന് സാധിക്കുന്നില്ലായിരുന്നു. അത്രയ്ക്കധികം പ്രമോദ് ഭയന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സ്റ്റേഷനിലേക്ക് മറ്റൊരു വ്യക്തി വരികയാണ്. സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ ലെറ്ററിൽ പറഞ്ഞിരുന്ന ഭർത്താവിന്റെയും പ്രമോദിന്റെയും സുഹൃത്തായിരുന്നു സുരേഷ് കുമാർ. അങ്ങനെ സുരേഷ് കുമാർ സ്റ്റേഷനിലേക്ക് വരികയാണ്. സുരേഷ് കുമാർ തന്റെ കുറ്റസമ്മതം സ്റ്റേഷനിൽ നടത്തുകയാണ്. അങ്ങനെ സുരേഷ് കുമാറിനോട് പോലീസുകാർ ചോദിക്കുകയാണ്, ആരെയാണ് നിങ്ങൾ കൊന്നത്? ആരുടെ വീടിന്റെ പുറകിലെ ടാങ്കിലാണ് നിങ്ങൾ ആ സ്ത്രീയെ താഴ്ത്തിയത്? അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് സുരേഷ് കുമാർ പറയുകയാണ്, ശ്രീകല എന്ന് പറയുന്ന സ്ത്രീയെയാണ് കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തിയത്. ശ്രീകല എന്ന് പറയുന്നത് ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന അനിൽകുമാറിന്റെ ഭാര്യയാണ്. അപ്പോ അനിൽകുമാറിനെയും ശ്രീകലയെയും കുറിച്ച് പിന്നെ പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചു ചെല്ലുന്ന സമയത്ത് 15 വർഷങ്ങൾക്ക് മുൻപ് ശ്രീകല എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്റെ കാമുകനൊപ്പം ഒളിച്ചോടി പോയെന്നും പറഞ്ഞുകൊണ്ട് ആലപ്പുഴ സ്റ്റേഷനിൽ ശ്രീകലയുടെ ഭർത്താവിന്റെ അച്ഛൻ കൊടുത്തൊരു കേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീകലയാണെങ്കിൽ കാണാതായതിനു ശേഷം 15 ദിവസത്തിന് ശേഷം ശ്രീകലയുടെ ഹസ്ബൻഡ് വീണ്ടും ഒരു വിവാഹം കഴിക്കുകയുണ്ടായി. അങ്ങനെ ഭാര്യ പിണങ്ങിപ്പോയതിന്റെ മനോവിഷമത്തിലാണ് ശ്രീകുമാർ വേറൊരു വിവാഹം കഴിച്ചത് എന്നാണ് നാട്ടിൽ മൊത്തം പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരാൾക്കൊപ്പം സുഖമായി ജീവിക്കുകയാണ് ശ്രീകല എന്നാണ് നാട്ടുകാരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ അതല്ല സത്യം എന്നറിയുന്നത് ഈ ഊമക്കത്ത് വരുന്നതോടെയാണ്. അങ്ങനെ ശ്രീകലയും അനിൽകുമാറിന്റെ ജീവിതത്തെ പറ്റി പോലീസുകാർ അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുന്ന സമയത്ത് അറിഞ്ഞത് ശ്രീകലയും അനിൽകുമാറും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അനിൽകുമാറിന്റെ വീട്ടുകാർക്ക് എന്നാൽ ശ്രീകല ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഈ വിവാഹത്തിനോടും അവർക്ക് താല്പര്യമില്ലായിരുന്നു. അനിൽകുമാറിന്റെ അമ്മയ്ക്ക് ശ്രീകല ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. അതിന്റെ പേര് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനിൽകുമാറിനും ശ്രീകലയും വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. അനിൽകുമാർ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇരുവർക്കും ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അങ്ങനെ അനിൽകുമാർ ഗൾഫിലേക്ക് പോവാണ്, ശ്രീകലയെ വാടക വീട്ടിൽ തനിച്ചാക്കിയിട്ട്. അങ്ങനെ ശ്രീകലയും കുട്ടിയും ആ വീട്ടിൽ താമസിച്ചു വരികയാണ്. അനിൽകുമാറിനും ശ്രീകലയും തമ്മിൽ ഫോണിൽ ദിവസം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അനിൽകുമാറിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ശ്രീകലയ്ക്ക് അത്യാവശ്യം മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിൽകുമാറിന്റെ അഭാവത്തിൽ ശ്രീകലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നും മറ്റൊരാളുമായിട്ട് ശ്രീകല ഇഷ്ടത്തിലാണെന്നും നാട്ടിലാകെ പരക്കുകയാണ്. അങ്ങനെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റാതായ ശ്രീകല കുഞ്ഞിനെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ സംഭവം എല്ലാം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അനിൽകുമാർ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്ന അനിൽകുമാർ ഈ വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്. അവിടെ നിന്നും വളരെ ദേഷ്യത്തോടെ ശ്രീകലയ്ക്ക് അടുത്തേക്ക് പോകുന്ന അനിൽകുമാർ ശ്രീകലയെ കാണുകയാണ്. ശ്രീകലയെ കണ്ട സമയത്ത് ശ്രീകല വളരെ ഭയന്നാണ് നിൽക്കുന്നത്. കാരണം നാട്ടിലെത്തിയ സമയത്ത് തന്നെ അനിൽകുമാർ എന്തായാലും സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് ശ്രീകലയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീകല അനിൽകുമാറിനെ കണ്ടപ്പോൾ തന്നെ നന്നായി ഭയന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അനിൽകുമാർ അടുത്തെത്തി ശ്രീകലയോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തത്. അതിനുശേഷം അനിൽകുമാർ ശ്രീകലയെ ഒരു ട്രിപ്പിന് വേണ്ടി വിളിക്കുകയാണ്, ഒരു ഉല്ലാസ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. ഒരുപാട് നാളായി ഭർത്താവിനെ കാണാതിരിക്കുകയും ഒപ്പം എങ്ങും പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ആ ഒരു വിഷമം ശ്രീകല ആ നിമിഷം മറക്കുകയാണ്. തന്റെ ഭർത്താവിനൊപ്പം കുറച്ച് ദിവസം ആസ്വദിക്കാൻ ശ്രീകല തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്രീകലയും അനിൽകുമാറും കൂടെ ഒരു ഉല്ലാസ യാത്ര പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അനിൽകുമാറിന്റെ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടുകയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടെ വളരെ ആസ്വദിച്ച് ആ യാത്ര പോവുകയാണ്. ആ യാത്രക്കിടെ അനിൽകുമാറിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, ശ്രീകലയെ ഇല്ലാതാക്കുക എന്നുള്ളത്. തനിക്ക് നാണക്കേടുണ്ടാക്കിയ ശ്രീകല ഇല്ലാതാകുന്നതാണ് നല്ലതെന്ന് അനിൽകുമാർ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ ശ്രീകലയെ ഇല്ലാതാക്കാൻ അനിൽകുമാർ തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായവരെ കൂട്ടുപിടിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ശ്രീകലയെ ആ കാറിനുള്ളിൽ തന്നെ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. എന്നിട്ട് എവിടെയെങ്കിലും
ഉപേക്ഷിക്കാമെന്നാണ് അവർ ആദ്യം ധരിച്ചിരുന്നത്. എന്നാൽ അത് അനിൽകുമാർ മാറ്റുകയാണ്. വീട്ടിൽ കൊണ്ടുവന്ന് ശരീരങ്ങൾ പല കഷ്ണങ്ങളായി മുറിച്ച ശേഷം തന്റെ വീടിന്റെ പുറകുവശമുള്ള സെപ്റ്റിക് ടാങ്കിൽ സ്ത്രീകളെ താഴ്ത്തുകയാണ്. പോലീസുകാരുടെ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് ഇതാണ്. അങ്ങനെ അനിൽകുമാറിനെ വേണ്ടി തെരഞ്ഞു. അനിൽകുമാർ വിദേശത്താണെന്ന് അറിഞ്ഞു. അനിൽകുമാറിന്റെ സുഹൃത്തുക്കളായവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം തെളിവുകളൊക്കെ വേണമല്ലോ. അങ്ങനെ ആ സെപ്റ്റിക് ടാങ്ക് പോലീസുകാർ സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തെടുത്തു. അതിലുള്ള സാധനങ്ങളൊക്കെ വേർതിരിച്ചു. അതിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ ശ്രീകലയുടെ നിന്ന് സംശയിക്കുന്ന ഒരു ക്ലിപ്പും കുറച്ച് ഹെയറും ഒപ്പം ഒരു ബ്രൈഡ് സ്ട്രിപ്പും ഇത് മാത്രമാണ് അതിൽ നിന്ന് ലഭിച്ചത്. ഇത് വെച്ചിട്ട് ഒരിക്കലും എന്തായാലും ഒരാളെയും പ്രതിയാക്കാൻ സാധിക്കുകയില്ല. അതിനാൽ മറ്റെന്തെങ്കിലും തെളിവുകൾക്കായി പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയാണ്. പോലീസുകാർക്ക് കോടതിയിൽ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിസ്സാര തെളിവുകൾ മതിയാവില്ല. എന്തെങ്കിലും അസ്ഥിയുടെ കഷ്ണമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അംശങ്ങളോ പോലീസുകാർക്ക് കണ്ടെത്തിയാൻ സാധിച്ചാൽ മാത്രമേ ഈ കേസിനെ ബലപ്പിക്കാനും ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസുകാർ അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ നടത്തുകയാണ്. ഒപ്പം ഇവരെ മാറി മാറി ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ പോലീസുകാർക്ക് എന്തായാലും എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലാവുകയാണ്. എന്നാൽ ഒരു കാരണവശാലും അത് പോലീസുകാർക്ക് ഉറപ്പിക്കാനുള്ള തെളിവുകൾ പോലീസുകാരുടെ കയ്യിലില്ല. ഇന്നും ഈ കേസ് കോടതിയിൽ നടക്കുകയാണ്. കേസ് അന്വേഷണത്തെ കുറിച്ച് അനിൽകുമാറിന് ശ്രീകലയുടെ മകനോട് ചോദിച്ച സമയത്ത് മകൻ പറഞ്ഞത്, എൻ്റെ അമ്മ മരിച്ചിട്ടില്ല, എൻ്റെ അമ്മ ജീവനോട് ഇരിപ്പുണ്ട്, ഒരിക്കലും എൻ്റെ അമ്മ മരിക്കുകയില്ല. എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ അച്ഛനാണ് അത് സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തിയതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണ്ടേ. ഇതുവരെയും അവിടെ നിന്നും ഒരു തെളിവും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ എൻ്റെ അമ്മ മരിച്ചു എന്നെങ്ങനെ നിഗമനിക്കാൻ കഴിയും? അതുപോലെ തന്നെ എൻ്റെ അമ്മ മരിച്ചിട്ടില്ല, എൻ്റെ അമ്മ സുഖമായി എവിടെ ഇരിപ്പുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുവരും, എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ ഇത്രയും കാലവും ഞാൻ നാണം കെട്ടാണ് ജീവിച്ചത്, ഇനി ഇതും കൂടെ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നാണ് ആ മകൻ പറഞ്ഞത്. ആ മകന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരമ്മ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞ് പരത്തുന്ന സമയത്ത് അവരുടെ ആ മകൻ അല്ലെ മക്കൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടും വിഷമം എത്രത്തോളം ഉണ്ടാവുമെന്ന് ആ മകന്റെ വാക്കുകളുണ്ട്. നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും അയൽക്കാരും എല്ലാം തന്നെ ആ കുഞ്ഞിനെ എന്തുമാത്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. ഏത് രീതിയിലായിരിക്കും അവനെ നോക്കിയിട്ടുള്ളത് അവരെല്ലാവരും. ആ കുഞ്ഞിന്റെ വാക്കുകളിൽ നമുക്ക് ആ ഒരു വിഷമവും സങ്കടം മനസ്സിലാക്കാൻ സാധിക്കും. ഈ നാളുകളായിട്ടില്ല ഈ കേസ് ജനങ്ങൾക്ക് മുൻപിലേക്ക് വന്നിട്ട്. 2024 ജൂലൈ മാസം 2-ാം തീയതിയാണ് ഈ കേസിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത്. ശ്രീകല എന്ന 25 വയസ്സുകാരെ പ്രണയിച്ച് വിവാഹം കഴിച്ച അനിൽകുമാറിനെ അങ്ങനെ എന്ത് കാരണത്താലാണ് ശ്രീകലയെ കൊല്ലാൻ വേണ്ടി കഴിഞ്ഞത്? തന്റെ കുഞ്ഞിന്റെ അമ്മയെ എന്ത് കാരണത്താലായിരിക്കും അനിൽകുമാർ കൊന്നത്? പോലീസുകാർക്ക് മറ്റൊരു ഭാഷ്യവും കൂടെ ഉണ്ട്. അനിൽകുമാറിനെ വിവാഹം കഴിച്ച ശ്രീകലയെ അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം വീട്ടുകാരുടെ എതിർപ്പും വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും ശ്രീകലയോട് അനിൽകുമാറിന് ഒരു വിദ്വേഷം ഉണ്ടാക്കി എന്നാണ് പോലീസുകാരുടെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ ശ്രീകലയോടുള്ള ദേഷ്യം, ശ്രീകലയോടുള്ള സംശയമായി അനിൽകുമാറിന് ഒരുപക്ഷെ മാറിയേക്കാം. ഈ അനിൽകുമാർ തന്നെ ആയിരിക്കാം ശ്രീകലയെ കുറിച്ചുള്ള അപവാദം പറഞ്ഞു പരത്തിയത് എന്നും സംശയിക്കുന്നുണ്ട്. അനിൽകുമാർ ഇപ്പോൾ വിദേശത്താണ്. ഇതുവരെ അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നിയമ നടപടികൾ പോലീസുകാർ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് മുൻപോട്ട് പോകെ ഈ കേസിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലുകൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെയുള്ള കേസിന്റെ ഡീറ്റെയിൽ ഇതാണ്. അപ്പൊ നമുക്ക് മറ്റൊരു കേസ് ഡീറ്റെയിലുമായിട്ട് വരുന്നവരേക്കും ബൈ.